Hey guys! ഹേ ഗൈസ്, നമ്മളിന്ന് ബസൂക്ക പോയി പോയി കണ്ടു. കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ലേറ്റ് Yeah. ആയത് വരാന്. ഉം. അയ്യോ, എന്തോ പറയണ്ടേ പടത്തെ പറ്റി. പുതിയ ഡയറക്ടറാണ്, മമ്മൂട്ടി അവസരം കൊടുത്തതാണ്. ഉം. അപ്പം അതുകൊണ്ട് ഇപ്പം എന്താ ഞാൻ പറയണ്ടേ, കുഞ്ഞിന്റെ റിയാക്ഷൻസ് പറയാം എന്നിട്ട് പറയാം. ഉം. നമ്മള് ട്രെയിലർ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഒരു നല്ല എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പടം ഒബ്വിയസ്ലി മമ്മൂക്കയല്ലേ പൊളിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വിചാരിച്ചേനും പുതിയൊരു ഡയറക്ടറിന് ഒരു ആ അവസരം, ഡീനോ ഡെന്നിസിനെ പുള്ളിക്ക് ഒരു അവസരം കൊടുത്തതായിരിക്കാം, അതുകൊണ്ടാണ്. പക്ഷെ ആ ഒരു പുതിയ ഡയറക്ടറും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ ഇങ്ങനത്തെ നല്ലൊരു സ്റ്റോറി ആയിരുന്നു കേട്ടോ. നല്ലൊരു ഡയറക്ടറെ കിട്ടിയിരുന്നെങ്കിൽ ഈ ഉം. പാട്ടം കിടുക്കനാക്കിയേനെ. കാരണം അത് ആ സ്റ്റോറി, അവരുടെ കൺസെപ്റ്റ് ഒക്കെ അടിപൊളിയാണ്. അത് വേറൊരു ഡയറക്ടറുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പറയാം ഈ പാട്ടം വേറെ ലെവലായി പോയനെ. ഈ പടം ശരിക്കും ലാസ്റ്റിലത്തെ ആ ഒരു 20 മിനിറ്റ് അല്ല എനിക്ക് കാണാൻ, തുടക്കത്തിൽ ഒന്നും മനസ്സിലായില്ല. അല്ല ഉം. ലാസ്റ്റിലത്തെ ഒരു 20 മിനിറ്റ് ഉണ്ടല്ലോ, ഉം. അതേ ഉള്ളൂ പടം. അല്ല അത്രേ ഉള്ളൂ. അതാണ് കാണാൻ നമുക്കൊരു അതെ മമ്മൂട്ടിപ്പടം നമുക്കൊരു ഗുമ്മായിട്ട് പോയെന്ന് കാണാൻ പറ്റിയ ആ ഒരു 20 മിനിറ്റിന്റെ മാത്രമേ നമുക്കൊരു ഒരു 15 മിനിറ്റോ മനസ്സിലാകത്തുള്ളൂ. 20 മിനിറ്റോ അങ്ങോട്ടേ ഉള്ളൂ. അത് എത്ര കറക്റ്റ് എനിക്കറിയില്ല. ഒരു 15-20 മിനിറ്റ്സ് ലാസ്റ്റിലത്തെ ഒരു ഭാഗം. കുറച്ച് ഓക്കെ, ആ എൻഡിങ്ങിൽ ലാസ്റ്റിലത്തെ ഒരു 15-20 മിനിറ്റ്സ് സീന്, അത് ഉം, അതേ ഉള്ളൂ കാണാൻ. നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോ എന്തുവാ ഇത് കിളി പറയണ്ടേ, ഒരുമാതിരി പോയൊരവസ്ഥയായിരുന്നു. കിളിപോയ അവസ്ഥയായി. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്താ ഈ പടം, ഇത് എങ്ങോട്ട് പോകുന്നേ, ഓമേ. ഒരു കണ്ടിന്യൂറ്റി ഇല്ല കേട്ടോ. ഇപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ ഒരു പ്രശ്നം തോന്നിയത്, നമുക്ക് ആ സീനിലേക്ക് പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി മാക്സിമം നല്ലോണം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആ. എന്നാലേ ലാസ്റ്റിലത്തെ 20 മിനിറ്റിൽ എന്തൊക്കെയോ, എന്തോ ഞാൻ പറയാൻ, മമ്മൂട്ടിയുടെ ഒരു ഫാനുമാണ്, പക്ഷെ എനിക്കൊന്നും പറയാനും പറ്റുന്നില്ല. എന്താണ് പക്ഷെ പറയണ്ടേ. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. പടം ഓവറോൾ എനിക്ക് വലിയൊരു ഇംപ്രഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. ബോറാണ്. അത് കണ്ടിന്യൂറ്റി ഇല്ല. കാരണം കുറെ സീൻസ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പം എന്തോ അറിയില്ല, CD കിട്ടിയിട്ട് ഇല്ല. അല്ല, ആ ഒരു മോനുണ്ടല്ലോ, അതെ. ഉം, എന്തോ മറ്റേ CD ആ പയ്യനുണ്ടല്ലോ അതിൽ, ആ. പോലീസ് ഓഫീസറുടെ മോനായിട്ട് അഭിനയിക്കുന്നത്, ഓക്കെ. ഗൗതമേനോന്റെ മോനായിട്ട് മോനുണ്ട്. അഭിനയിക്കുന്നത്, കൊച്ചി ചെറുക്കൻ. ആ. കൊച്ചിയിറക്കനെ. അവനെ ഒരു സീനിനകത്ത് കാണിക്കും. പിന്നെ കുറെ കാര്യങ്ങൾ കഴിയുമ്പോൾ പിന്നെ ആ ചെറുക്കൻ ആ റൂമിൽ ഇല്ല. പിന്നെ അവനെ വേറൊരു റൂമിൽ നിന്ന് വിളിച്ചു വരുത്തുക, നമുക്ക് അവിടെ ഉണ്ടെന്ന് പോലും അറിയാതെ. അപ്പം എനിക്ക് തോന്നിയത് എഡിറ്റിംഗ് സമയത്ത് പോലും ഇവര് കാണാതെ പോയ കാര്യങ്ങളാണോ, അത് എന്തുവാന്ന് അറിയത്തില്ല. അപ്പം എന്തുവാണ് ഈ പടം, എനിക്ക് അത്ര വലിയ ഇമ്പ്രഷൻ ആയിട്ട് തോന്നിയില്ല. ആ ലാസ്റ്റ് 20 മിനിറ്റ്സിന്റെ സീന് അവരൊന്ന് ഇലാബറേറ്റ് ചെയ്ത് കുറച്ചും കൂടെ അടിപൊളിയായിട്ടൊക്കെ എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. തുടക്കത്തിലെ ഒരു റഷ്യക്കാരെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ആ. പരിപാടിയുണ്ട്, അപ്പൊ നമ്മൾ പക്ഷേ ഞാൻ വിചാരിക്കും തോന്നുന്നു അതെ എന്തായാലും അതെ. ഫോറിനറെയൊക്കെ ഒരു ലേഡിയെ കാണിച്ചുകൊണ്ടുള്ള സീനൊക്കെ ഉണ്ട്. വിചാരിക്കും അതൊക്കെ നല്ലൊരു എന്തോ ഒരു ഉം, സംഭവമാണ് നമ്മൾ വിചാരിക്കുമ്പോ. അപ്പം എന്തുവാണേലും ഇതൊരു വല്ലാത്ത പടം കേട്ടോ. ഫസ്റ്റ് ഹാഫ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എല്ലാം സൈലന്റ് ആയിരുന്നു തിയേറ്ററിലെ. അത് ആ ചില പോലീസ് സീൻസ് ഒക്കെ ഉണ്ട്. അത് എന്തുവാ മോനെ, നീ ഇത് ഈ തോക്കൊന്ന് അടിച്ച് താഴെ ഇടാവോ എന്ന രീതിയിലൊക്കെ പോലീസുകാർ അഭിനയിക്കുന്നത്. എന്തൊക്കെയോ ഒരു എന്താ കണ്ടിന്യൂറ്റി ഇല്ല. അതാണ് ഒറ്റ വാക്കി പറയാൻ പറ്റുന്നത്. ഓരോ സീൻസ് ടു സീനായിട്ട് നമ്മൾ പറയുമ്പോൾ ഓരോ സീനിലും മറ്റേ ഒരു കണ്ടിന്യൂറ്റി ഇല്ല സ്റ്റോറിക്ക്. ഇപ്പൊ എന്തൊക്കെയോ ഒരു അവിയൽ പരുവത്തിൽ ആദ്യത്തെ ഒരു 75% പടം എടുത്തിട്ട് ലാസ്റ്റ് 20 മിനിറ്റ്സ് കുറെ മാസ് സീൻസ് മമ്മൂട്ടിയുടെ. പക്ഷെ അതേ ഉള്ളൂ. അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ 75% സാക്രിഫൈസ് ചെയ്ത് ഇതിലൂടെ ഇരിക്കണം. പിന്നെ ആറാട്ടണ്ണന്റെ ഒരു സീൻ. ആറാട്ടണേന്റെ ഒരു സീനുണ്ട്, അത് എന്തുവാന്ന് അറിയത്തില്ല. എന്തുവാണേലും പുള്ളി ഡയലോഗ് ഒന്നും ഇല്ല കേട്ടോ, ഒരു എക്സ്പ്രഷൻ ആയിട്ടുള്ള റോള് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും അത് മാത്രമാണ് ചിരിക്കുക. പിന്നെ ഇതിനകത്ത് കോമഡി വരുത്താൻ വേണ്ടി ആ പോലീസ് ഓഫീസർ പറഞ്ഞില്ലേ, മറ്റേ എന്തോ ഒരു കാര്യം കൊടുത്തപ്പോ ബർത്ത്ഡേയുടെ ഒരു വിഷു സംഭവമുണ്ട്, പറയുമ്പോ ഒരു ഗിഫ്റ്റിന്റെ. അപ്പൊ അത് ആ സീനിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തി പറയാൻ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ട്, അപ്പൊ ഉടനെ ഹാപ്പി ബർത്ത്ഡേ പറയും അവരോട്, അതെ ലേഡിയോട്. അതൊരു സീരിയസ് സിറ്റുവേഷൻ നിൽക്കുവാണ്. അപ്പൊ അവിടെ ഒരു കോമഡി തിയേറ്ററിലേക്ക് പറയുമ്പോൾ നമുക്ക് സത്യം അതൊരു പറഞ്ഞ കോമഡി അല്ല, സീരിയസ് ആയിട്ട് തന്നെ അവർ എടുത്ത. പക്ഷെ അതൊരു പുള്ളി പറയുമ്പോൾ നമുക്കത് കോമഡി ആയിട്ട് തോന്നും. തിയേറ്ററിലുള്ള സകല ആൾക്കാരെ ചിരിക്കുമായിരുന്നു. സത്യം പറയാം, ഇത് അറിയാലോ, ഫസ്റ്റ് ഡേയിലെ ഷോയ്ക്ക് കാണാൻ വരുന്നവരെല്ലാം മമ്മൂട്ടി ഫാൻസ് ആണ്. എല്ലാവരും ഒരുമാതിരി ഒരു ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു. ആർക്കും ഒരു അനക്കവും ഇല്ല. എന്തോ നടക്കണേന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. പടം എങ്ങനെയൊക്കെയോ പോകുന്നു. അതെ. എനിക്ക് മമ്മൂക്കയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഉം. പിന്നെ കോസ്റ്റ്യൂംസ് ഷെയ്ഡ്സ് ഷെയ്ഡ്സും ഒക്കെ കുറെ കോസ്റ്റ്യൂംസ് ഒക്കെ ചേഞ്ച് വെറൈറ്റി ചെയ്യുന്നുണ്ട്. ആണ്. അതൊക്കെ കാണാൻ നല്ല പിന്നെ രസമുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ കുറെ മാസ് സീൻസ് ഉണ്ട്, അതൊക്കെ നല്ല രസമാണ് കാണാൻ. സ്ലോ മോഷൻ സീൻസ് ഒക്കെ ഉണ്ട്. ഉം. കുറച്ച് എനിക്ക് ചില സ്ഥലങ്ങളിലേക്കുള്ള BGM ഒക്കെ ഇഷ്ടപ്പെട്ടു.
പിന്നെ ഫസ്റ്റ് ഒക്കെ കണ്ടപ്പോ പടം വേറെ ഏതോ ലെവലിലോട്ടൊക്കെ പോവാന്നൊക്കെ കരുതി. പക്ഷേ ഉഫ്, ഇത് വല്ലാത്തൊരു ഇതായിപ്പോയി. എന്ത് പറ്റിയോ എന്തോ. എന്താണേലും നമുക്ക് വേറൊരു നല്ല പടം വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പെട്ടെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ലാസ്റ്റ് 20 മിനിറ്റ്സ് വെർത്ത് കേട്ടോ. Yeah. നമ്മള് പൈസ കൊടുത്തതിന് വെർത്ത് ലാസ്റ്റ് 15-20 മിനിറ്റ്സ് ഉണ്ട്. അത് പിന്നെ വളരെ കുറച്ച് വെർത്താണ്. ലേറ്റ് ആയിട്ട് വന്നാ മതിയായിരുന്നു. എന്താണേലും നിങ്ങൾ പോയി കാണുക പടം. എന്താണേലും പുതിയൊരു ഡയറക്ടറാണ്. അപ്പൊ നമ്മൾ അതും കൂടെ അക്സെപ്റ്റ് ചെയ്യണം. അത് എന്റെ ആ പുള്ളിക്ക് എക്സ്പീരിയൻസ് കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളാണ്. പുള്ളിയുടെ അച്ഛനും ഫേമസ് ഡയറക്ടറാണ്. ഉം. എന്തുവാണെങ്കിലും വരട്ടെ. പുള്ളി ഇത് ചെയ്യുന്ന മിസ്റ്റേക്കിൽ നിന്നും ഇനി നല്ല പടങ്ങൾ വരുമായിരിക്കും. എന്തായാലും കഥയുടെ ഒരു കൺസെപ്റ്റ് അല്ല. പിന്നെ ഈ പഴയ മോഡൽ ഗ്രാഫിക്സ് ഒക്കെ കാണിക്കുന്നു. ഇവരെന്ത് ഈ പുതിയ ഇതെന്തൊരു ഗെയിമേഴ്സിനോടൊക്കെ ഗെയിം ചോദിച്ചാൽ തീമാണ് കാണിക്കുന്നത്. അതാ ഇപ്പോഴത്തെ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ പോയി നോക്കിയാൽ തന്നെ കാണാൻ പറ്റുമല്ലോ ഇപ്പോഴത്തെ ഗെയിമിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ. അതിന്റെ അടുത്ത് പോലും വരുന്നില്ല മിക്ക സീൻസും. പിന്നെ അത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് പോയി കാണ്. ഒത്തിരി പറഞ്ഞ് ഇതാക്കുന്നില്ല. അതെ. 75% പിടിച്ചിരിക്കണം നിങ്ങൾ. ലാസ്റ്റ് 25% വെറുക്കാം. അതിനു വേണ്ടി നിങ്ങളൊന്ന് പിടിച്ചിരുന്ന പടം കാണണം. അല്ലാതെ ഒന്നുമില്ല. മമ്മൂട്ടിയുടെ കോർ ഫാനാണ്. പക്ഷെ വല്ലാതെ എന്താ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോയി കണ്ടു അതെ. കഴിഞ്ഞപ്പോ. നോക്കാം ഇനിയുള്ള പടങ്ങൾ വെച്ചപ്പോ നല്ലതാവുമായിരിക്കും. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. ഫുജിൻ നാളെ നമ്മൾ വേറെ 2-3 പടങ്ങളൊക്കെ കാണുന്നുണ്ട്. കണ്ടിട്ട് അതിന്റെ റിവ്യൂസ് നമുക്ക് റിവ്യൂസ് നാളെ പറയാം. പറയുന്നതായിരിക്കും. Till then, bye. ബൈ.